അപ്പോസ്തല പ്രവർത്തനം 14-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം അവിടെ പറയുന്നുണ്ട്, Nevertheless, he did not leave himself without witness, in that he did good, gave us rain from the heaven and fruitful seasons, filling our hearts with food and gladness. അപ്പോൾ അവിടെ ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്തിനാണ്? മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവർത്തനം 14-17. നന്മ പ്രവർത്തിക്കുകയും ആകാശത്തുനിന്ന് മഴയും ഫലപുഷ്ടമായ കാലാവസ്ഥയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ആഹാരവും ആനന്ദവും നൽകി നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് അവിടുന്ന് തനിക്ക് സാക്ഷി നൽകിക്കൊണ്ടിരുന്നു. കാരണം നമുക്കറിയാം, ദൈവം ഈ പ്രപഞ്ചം ഈ ഭൂമി സൃഷ്ടിച്ചപ്പോൾ അത് മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്, അല്ലെ? ഈ ഭൂമി ആർക്ക് വേണ്ടി സൃഷ്ടിച്ചത്? മനുഷ്യന് വേണ്ടിയാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 28-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവം പറയുകയാണ്, ഇൻക്രീസ് ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് ഐ വിൽ ഗിവ് യു ഡൊമീനിയൻ ഓവർ എവറിഥിങ്, അല്ലെ? ഓവർ ദ ബീസ് ഓഫ് ദി എർത്ത്. വായിക്കാവത്? ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ്. തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ദൈവം അനുഗ്രഹിച്ചത്. അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തെ. എന്തിന്റെയൊക്കെ മുകളിലാണ് മനുഷ്യന് ആധിപത്യം ഉണ്ടാകേണ്ടത്? കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അവിടെ സൃഷ്ടിച്ച എല്ലാത്തിന്റെയും മുകളിൽ ദൈവം ആധിപത്യം കൊടുക്കുകയും നിങ്ങള് ഇൻക്രീസ് ആൻഡ് മൾട്ടിപ്ലൈ, അത് എന്താ പറഞ്ഞ പെരുകുക, അല്ലെ? പെരുകി വർദ്ധിച്ച് ഈ ഭൂമിയെ കീഴടക്കാനാ ദൈവം പറഞ്ഞിരുന്നത്. അപ്പോൾ ദൈവം മനുഷ്യനെയാണ് എല്ലാത്തിന്റെയും മുകളില് സൃഷ്ടിച്ചത്. എന്തിന്റെയൊക്കെ മുകളില്? മൃഗങ്ങളുടെയും പറവകളുടെയും ഇഴഞ്ഞു പോകുന്ന ജന്തുക്കളുടെയും മത്സ്യങ്ങളുടെയും എല്ലാത്തിന്റെയും മുകളിൽ ദൈവം മനുഷ്യന് ആധിപത്യം കൊടുത്തു. അപ്പോൾ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് സൃഷ്ടികളില്, ദാറ്റ് ഈസ് ഇൻ ജീവിക്കുന്ന സൃഷ്ടികളില് ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി മനുഷ്യനായിരുന്നു. മനുഷ്യന്റെ കീഴിലാണ് മൃഗങ്ങളും പറവകളും ഇഴയുന്ന ജന്തുക്കളും എല്ലാം, അല്ലെ? അതാണ് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും. അങ്ങനെ ദൈവം ഇങ്ങനെ ഈ ലോകം സൃഷ്ടിച്ചു, അങ്ങനെ ഒരു ദൈവം ഉണ്ട് എന്ന് കാര്യങ്ങൾ പലവരും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവിടെ വെച്ചാണ് പലവരും അത് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ആ സൃഷ്ടിച്ച ദൈവത്തെ അവരൊരു ശക്തി എന്ന് വിളിക്കുകയാണ്, ഒരു പല 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 പേരുകൾ വയ്ക്കുകയാണ്. പക്ഷെ അവര് ആ ദൈവം ആരാണ് എന്നുള്ളതിനെ കുറിച്ച് അവരന്വേഷിക്കുന്നില്ല. ആ ദൈവം ആരാണ് എന്ന്. പക്ഷെ അതിനൊരു ശക്തി എന്നൊക്കെ പറഞ്ഞ് ഇറ്റ്സ് എ പവർ. ചിലയിടത്ത് പറയുകയാണ്, ഞാൻ ഈയിടെ വായിച്ചു ഒരു ഇന്ത്യൻ എക്സ്പ്രസിലെ ഒരു സപ്ലിമെന്റ്, അതിനകത്ത് എന്താ ദൈവം എന്ന് പറയുന്നത് എന്തോ കോൺഷ്യസ്നെസ് ആണെന്ന്. കോൺഷ്യസ്നെസ് എനിക്ക് അറിഞ്ഞൂടാ. ഐ മീൻ ഇറ്റ്സ് ഓൾ വെരി ഹൈ ഫണ്ട തിങ്സ്. പക്ഷെ എനിക്ക് ദൈവം എന്ന് പറയുന്നത് പിതാവായ ദൈവവും യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും എന്ന് എനിക്കറിയാം. പക്ഷെ കോൺഷ്യസ്നെസ്, എന്തിനെ കുറിച്ചുള്ള കോൺഷ്യസ്നെസ് ആണെന്ന് എനിക്ക് പറഞ്ഞത്, അതൊക്കെ കോൺഷ്യസ്നെസ് ആണ്. അങ്ങനെ അവര് പല പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയാണ് ദൈവത്തിന്. They are not willing to acknowledge that there is a God who created everything, who has a mind and who has a will to create. They want to contain God in themselves. അവരുടെ സ്വന്തം കോൺഷ്യസ്നെസ് ആണ് എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ ഒരു ചിന്തയാണ് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ ദൈവം ഒരു വ്യക്തിയാണ്. God is a person. അതുകൊണ്ടാണ് വ്യക്തികൾ തമ്മിലെ ബന്ധങ്ങൾ ഉണ്ടാകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ദൈവം ഒരു കോൺഷ്യസ്നെസ് അല്ല, ദൈവം ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ ഒന്ന് അറിയണ്ടേ. അപ്പോൾ പലവരും ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്, ആ സൃഷ്ടികർമ്മത്തിന്റെ ഒരു കർത്താവാണ് എന്നുള്ള അറിവിൽ വെച്ചിട്ട് ദേ ആർ സ്റ്റോപ്പിംഗ്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത ഒരു കൂട്ടരാണ് നമ്മൾ വായിക്കുകയാണെങ്കിൽ അപ്പോസ്തല പ്രവർത്തനം 17-ാമത്തെ അധ്യായം 22 മുതൽ 28 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. ഒന്ന് വായിക്കാവോ? അപ്പോസ്തല പ്രവർത്തനം 17:22 മുതൽ 28. അരയോപഗസിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഇപ്രകാരം പ്രസംഗിച്ചു: ആഥൻസ് നിവാസികളെ, എല്ലാ വിധത്തിലും മതനിഷ്ഠയുള്ളവരാണ് നിങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇതിലെ കടന്നുപോയപ്പോൾ നിങ്ങളുടെ ആരാധനാ വസ്തുക്കളെ നിരീക്ഷിച്ചു. കാരണം അവർക്ക് അവിടെ അറിഞ്ഞുകൂടാ ആരാണ് ദൈവം എന്നുള്ളത്. അപ്പോൾ അവർക്ക് വളരെയധികം സീലുണ്ട്. അപ്പോൾ എന്താണ്, അവർ പല പല
ദൈവങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുകയാണ്. ചിലപ്പോൾ ഇതായിരിക്കും, ചിലപ്പോൾ അതായിരിക്കും. അപ്പൊ ഒരു ചാൻസും എടുക്കാതെ അതിനെയും ഒരു ദൈവമായിട്ട് ആരാധിക്കുക, ഇതിനെയും ഒരു ദൈവമായിട്ട് ആരാധിക്കുക. പക്ഷെ അവരുടെ ഉള്ളില് എന്തോ പറയുന്നുണ്ട്, ഇതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള ദൈവം. വായിക്കുക. അജ്ഞാത ദേവന് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു. വേറൊരു ബലിപീഠം കണ്ടു, അജ്ഞാത ദേവൻ, ദി അൺനോൺ ഗോഡ്. വായിക്കുക ബാക്കി. നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെ കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല അജ്ഞാത ദേവൻ എന്ന് നിങ്ങൾ ആചരിക്കുന്ന ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയാണ്. കാരണം വളരെ വ്യക്തമായിട്ടറിയാം, അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന മനുഷ്യന്റെ ഒരു രൂപമോ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ രൂപമോ ഒന്നും ദൈവമല്ല എന്ന് അവർക്കറിയാം. പക്ഷെ അവർക്ക് മറ്റ് ദൈവം ആരാണ് എന്ന് അറിഞ്ഞും കൂടാ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് പൗലോസ് അപ്പോസ്തലൻ അവിടെ കടന്നു വന്നിട്ട് പറയാണ്, നിങ്ങൾ അജ്ഞാത ദേവൻ എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ആ ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തിപ്പെടുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിവ് പൂർണ്ണതയിലേക്ക് വരുന്നത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ദൈവം ഉണ്ട് എന്നുള്ള അറിവിൽ മാത്രമല്ല, ആ സൃഷ്ടിച്ച ദൈവം ആരാണ് എന്നുള്ള അറിവിലാണ് ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണതയിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. അതാണ് ഫസ്റ്റ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൂ ഇസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു വന്നത് ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തി തരുവാൻ വേണ്ടിയാണ്. He has come down to reveal who is God. നമുക്കറിയാം, ദൈവത്തിന്റെ സ്വഭാവം ദൈവം പലയിടങ്ങളിലും വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. The name of God is a character of God. പക്ഷെ മനുഷ്യനത് മനസ്സിലാക്കാൻ പറ്റാതെ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് വചനം മാംസമായി നമ്മളുടെ മധ്യേ വസിച്ചു, അവരവന്റെ മഹത്വം ദർശിച്ചു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്. So God, Jesus Christ came to reveal the unknown God that they were worshipping. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? യേശു ക്രിസ്തു വന്നത് അജ്ഞാത ദേവനായിട്ട് ആരാധിച്ച ആ ദൈവം ഞാനാണ് എന്ന് പറയുവാൻ വേണ്ടി. കാരണം നമുക്കറിയാം, ദൈവത്തിന്റെ വചനത്തിൽ വളരെ ഇടങ്ങളിലും പറയുന്നുണ്ട് ആരാണ് മെസ്സായ എന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, തുടക്കത്തിൽ തന്നെ ലൂക്കായുടെ സുവിശേഷം തന്നെ 4-ാമത്തെ അധ്യായം പറയുന്നുണ്ടല്ലോ, ഇന്ന് ഈ വചനങ്ങൾ നിങ്ങളുടെ മധ്യയെ പൂർത്തീകരിച്ചു എന്ന് പറയുന്നുണ്ട്. സോ ഹി വാസ് റിവീലിംഗ് ഹിംസെൽഫ്. മെസ്സായ ആരാണെന്ന് നമുക്കറിയാം. 4-ാമത്തെ അധ്യായം, യോഹന്നാൻ 4-ാമത്തെ അധ്യായം, സമാരിയ സ്ത്രീ ചോദിച്ചില്ലേ ആരാണെന്ന്? അത് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണെന്നുള്ളത്. അങ്ങനെ പലയിടങ്ങളിലും ആ അൺനോൺ ഗോഡ്, ഒരു ദൈവമുണ്ട് എന്നുള്ളത് മനുഷ്യന് മനസ്സിലാകുകയും അത് ആരാണെന്ന് അറിയാതെ മനുഷ്യൻ നടക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ആ നിങ്ങൾ ആരാധിക്കുന്ന അൺനോൺ ഗോഡ്, അല്ലെങ്കിൽ നിങ്ങൾ പല പേരുകളിലും കൊടുത്ത് ശക്തി എന്നൊക്കെ വിളിക്കുന്ന ദൈവമാണ് ഞാൻ. ആ ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു. അത് വെളിപ്പെടുത്തി തരുവാനാണ് ദൈവം നമ്മുടെ മധ്യേ വന്ന്. അതാണ് ഇമ്മാനുവൽ, ഗോഡ് വിത്ത് അസ് എന്ന് നാമം എടുത്ത് യേശു ക്രിസ്തു നമ്മളുടെ മധ്യേ വന്ന് ജനിക്കുകയും ജീവിക്കുകയും ചെയ്തത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ റോമർക്കുള്ള 1-ാമത്തെ 21-ാമത്തെ വചനത്തിലോട്ട് പോകാം. ബിക്കോസ് although they knew God, they did not glorify him as God, nor were thankful, but became futile in their thoughts, and their foolish hearts were darkened. അപ്പോൾ അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ ഘട്ടം, ആദ്യത്തെ ഘട്ടം അവർ അന്ധകാരത്തിലായിരുന്നു, ദൈവം ആരാണെന്ന് അറിയുകയില്ല, ഒരു അജ്ഞാത ദേവനെ ആരാധിച്ച് പോയൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുകയും ഞാനാണ് മെസ്സായ എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി കഴിഞ്ഞിട്ട് പിന്നത്തെ രണ്ടാമത്തെ സ്റ്റേജാണ് ഈവൻ ദേ ബിക്കോസ് ഓൾദോ ദേ ന്യൂ ഗോഡ് they did not glorify him as God. യേശുവിനെ ദൈവമായിട്ട് സ്വീകരിച്ചില്ല. അത് രണ്ടാമത്തെ ഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ആദ്യത്തെ ഘട്ടത്തിൽ നിന്ന് മനുഷ്യൻ രണ്ടാമത്തെ ഘട്ടം ഒരു അറിവിലേക്ക് വരികയാണ്. ആരാണ് യേശു ക്രിസ്തു, ആരാണ് രക്ഷകൻ, ആരാണ് മെസ്സായ, ദൈവം ആദ്യം മുതലേ വാഗ്ദാനം ചെയ്ത ആ രക്ഷകൻ ആരാണ് എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി തരികയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് പിതാവ് യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. He was sent us to bless man. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 8-ാമത്തെ അധ്യായം 20 മുതൽ 22 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ ദൈവം ഈ സൃഷ്ടിയോട് തന്നെ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്.
ഹീസ് മേക്കിംഗ് എന്നാ പറയുന്നത് എ കവണന്റ് വിത്ത് ക്രിയേഷൻ. കാരണം നമുക്കറിയാം നോയയുടെ പുസ്തകം വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവം മനുഷ്യന്റെ പ്രവൃത്തി കണ്ടിട്ട് അത്രയധികം ദേഷ്യത്തോടുകൂടി ആ സൃഷ്ടികർമ്മത്തെ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നശിപ്പിച്ചു. സൃഷ്ടി ആസ് ഫാർ ആസ് ദി ലിവിംഗ് ക്രീച്ചേഴ്സ് ഓൺ ദ എർത്ത്, അതിനെ മുഴുവൻ വെള്ളത്തില് നശിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പക്ഷെ ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ ആ ക്രോധത്തിനേക്കാൾ കൂടുതൽ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ആ സൃഷ്ടിയോട് തന്നെ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. 21-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? നോവ ഇത് കഴിഞ്ഞിട്ട് ഒരു ബലി അർപ്പിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള വചനം.